സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം നേപ്പാളിലുള്ള അതിപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആണ്. പൊഖറ എന്നാണ് ഈ നഗരത്തിൻ്റെ പേര്. പൊഖറ ടൗണിലുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. വിന്ധ്യഭാസിനി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ആ ക്ഷേത്രത്തിലേക്കുള്ള ഒരു സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നേപ്പാളിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളൊന്നാണ് ഈ വിന്ധ്യഭാസിനി ക്ഷേത്രം. 17-18 നൂറ്റാണ്ടുകളായിട്ട് സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിന്ധ്യഭാസിനി ദേവിയാണ്. നമ്മുടെ ഇന്ത്യൻ പുരാണത്തിലേക്ക് ശ്രീകൃഷ്ണ ജനന കഥയുമായി ഐതിഹ്യപരമായ ബന്ധമുണ്ട് ഈ ദേവിക്ക്. വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി കൃഷ്ണൻ ജനിച്ചപ്പോൾ കുട്ടിയെ കംസനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു പെൺകുഞ്ഞിനെ പകരം വെച്ചു എന്നാണല്ലോ ഐതിഹ്യം. സംശയം മൂത്ത് ഈ പെൺകുട്ടിയെയും കൊല്ലാനായി കംസൻ തുനിഞ്ഞപ്പോൾ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും കുതിര രക്ഷപ്പെട്ട് കംസനെ ശപിച്ചുകൊണ്ട് ആകാശത്തേക്ക് അപ്രത്യക്ഷയായി. ആ അപ്രത്യക്ഷയായ കുട്ടിയാണ് വിന്ധ്യഭാസിനി ദേവി എന്നാണ് ഇവിടെ ഈ നാട്ടുകാർ വിശ്വസിക്കുന്ന കഥ. നമ്മളിപ്പോൾ കണ്ട സ്ട്രീറ്റിലൂടെ നടന്ന് ഈ പടവുകൾ കയറി വിന്ധ്യഭാസിനി ദേവി, അതൊരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം. അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്. ലാൻഡ്സ്കേപ്പ് മാത്രമല്ല, ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം തന്നെ അതിമനോഹരമാണ്. വളരെ വർണ്ണഭംഗിയുള്ള, അതേസമയം വൈവിധ്യമുള്ള, നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള വാസ്തു ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് എന്ന് നമുക്ക് ഇതിലൂടെ നടന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൽ കാഠ്മണ്ഡു എന്ന തലസ്ഥാന നഗരം കഴിഞ്ഞാൽ നേപ്പാളിലെ ഏറ്റവും വലിയ നഗരമാണ് പൊഖറ. എന്ന് മാത്രമല്ല, നേപ്പാളിൻ്റെ ടൂറിസ്റ്റ് സിറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാഠ്മണ്ഡു കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ പട്ടണമാണ് പൊഖറ. ലേക്ക് സൈഡ് സിറ്റി എന്നും ഇതിന് വിശേഷണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, മനോഹരമായ ഒരു തടാകത്തിൻ്റെ കരയിലാണ് ഈ നഗരം, ഫേവ തടാകം. ആ തടാകത്തിൻ്റെ കരയിലുള്ള നഗരമായതുകൊണ്ട് ഇതിനെ ലേക്ക് സൈഡ് സിറ്റി എന്നും പറയാറുണ്ട്. പൊഖറ നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ നിരകൾ, ഹിമാലയ മലനിരകൾ അതിരിടുന്ന നേപ്പാൾ താഴ്വരകളുടെയും അതുപോലെ തന്നെ മലനിരകളുടെയൊക്കെ വിദൂര ദൃശ്യം, ഹൃദയഹാരിയായ വിദൂര കാഴ്ച അവിടെ മനം കുളിർപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിൻ്റെ സൗന്ദര്യം മുഴുവൻ തന്നെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. 1949 ഒരു തീപിടുത്തത്തിൽ പൊഖറ നഗരം ചാമ്പലായി പോയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതിന് കാരണമായത്, അങ്ങനെ ആ തീപിടുത്തം ഉണ്ടാവാൻ കാരണമായത് ഈ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തുമ്പോഴുണ്ടായ തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ എല്ലാ സ്ഥലത്തേക്കും പടർന്ന് അങ്ങനെയാണ് ഈ നഗരത്തിൽ തന്നെ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത വിചിത്രമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ആരാധനാ രീതികളുമാണ് ഇവിടെ നേപ്പാളിലുള്ളത്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം. വിവാഹിതരായ ദമ്പതിമാർ തന്നെ ഇവിടെ വന്നിട്ട് നടത്തുന്ന ചില പ്രത്യേകതരം പൂജകളുണ്ട്. ആ പൂജകളുടെ ദൃശ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിന്ധ്യഭാസിനി ദേവി ആണെങ്കിൽ പോലും ശിവപ്രതിഷ്ഠയ്ക്കും ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ശിവൻ്റെ കോവിലും ഇവിടെയുണ്ട്, ക്ഷേത്രവുമുണ്ട്. അതുപോലെ തന്നെ ശിവൻ്റേതായിട്ടുള്ള, പരമശിവൻ്റേതായിട്ടുള്ള പ്രത്യേക ഐതിഹ്യങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ പരമശിവനും അതുപോലെ തന്നെ പാർവതി ദേവിയും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ ദിവ്യമായ ജീവിതത്തിനെ കുറിച്ചും പരമശിവൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ചൊക്കെയുള്ള ധാരാളം കഥകൾ നമുക്ക് വിന്ധ്യഭാസിനി ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാഠ്മണ്ഡു കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ പട്ടണമായി പൊഖറ വിനോദസഞ്ചാരത്തിൻ്റെ, നേപ്പാളിലെ വിനോദസഞ്ചാരത്തിൻ്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മനോഹരമായ തടാകത്തിൻ്റെ, ഫേവ തടാകത്തിൻ്റെ തീരത്ത് ഉള്ള അതിമനോഹരമായ ഒരു നഗരമാണ് ഇത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ മുഴുവൻ വിദൂര കാഴ്ചകളും കണ്ണെത്താ ദൂരത്തോളം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. രാത്രി കാഴ്ചകളിലും അതുപോലെ തന്നെ ദൃശ്യ അനുഭവങ്ങളിലൊക്കെ ഈ നഗരം നമുക്ക് ഇന്ത്യയിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗോവയുടെ തലസ്ഥാനമായിട്ടുള്ള പനാജിയെ ഓർമ്മിപ്പിക്കും. അപ്പോൾ പനാജി നഗരം സ്ഥിതി ചെയ്യുന്നത് മണ്ഡോവി എന്ന നദീ തീരത്താണ്. അതുപോലെ തന്നെ അവിടെ ഉള്ളതുപോലെ ഈ മണ്ഡോവി നദീ തീരത്ത് പനാജി നഗരത്തിലുള്ളതുപോലെ നിശാമദ്യശാലകൾ, ആഹാര കേന്ദ്രങ്ങൾ, ദീപാലങ്കൃതമായിട്ടുള്ള തെരുവുകൾ, അതുപോലെ ഈ ജലാശയങ്ങളിലൂടെയുള്ള ബോട്ട് സർവീസുകൾ,
അതിൻ്റെ ആൾത്തിരക്ക്, ഇതൊക്കെ ഈ പൊഖ്രയിലും ഉണ്ട്. പൊഖ്രയിലുള്ള ഈ നൈറ്റ് ലൈഫ് വളരെ ഉന്മേഷകരമാണ്. അത് രാത്രി നമുക്ക് തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഈ ലേക്ക് സൈഡ് സിറ്റിയുടെ മറ്റൊരു ഭാഗത്താണ്, ഒരു കുന്നിൻ പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വിന്ധ്യവാസിനി ദേവി ക്ഷേത്രം. ലുംബിനിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ പൊഖറ ടൗൺ. അപ്പോൾ നമുക്ക് ലുംബിനിയിൽ നിന്ന്, ബുദ്ധൻ്റെ ജന്മസ്ഥലം എന്ന പേരിൽ ലോകപ്രശസ്തമായ ലുംബിനി സന്ദർശിച്ച ശേഷം ലുംബിനിയിൽ നിന്ന് നേരെ പൊഖറയിലേക്ക് വന്ന് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചിട്ട് നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകാനായിട്ട് കഴിയും.